ഉരുൾപൊട്ടലുണ്ടായ കാസർഗോഡ് ചിറ്റാരിക്കൽ തയ്യേനിയിൽ വീടുകൾക്ക് മുന്നിൽ വലിയ കല്ലുകളും ചെളിയുമൊക്കെ കെട്ടിക്കിടക്കുകയാണ്. മലവെള്ളപ്പാച്ചിൽ തുടരുന്ന പ്രദേശത്ത് നിന്ന് 10ഓളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി. കനത്ത മഴ തുടരുന്നത് പ്രദേശത്ത് ആശങ്ക ഉയർത്തുന്നുണ്ട്. രണ്ടിടങ്ങളിലാണ് ഉച്ചതിരിഞ്ഞ് ഉരുൾപൊട്ടലുണ്ടായത്. കാസർഗോഡ് നിന്നും അനൂപ് നിലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അമ്പിളി മലയോര മേഖലയിൽ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. രണ്ടിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. അതായത് വായ്ക്കാനം, അതുപോലെ തന്നെ ഒറ്റക്കുഴി എന്നീ പ്രദേശങ്ങളിലാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഉരുൾപൊട്ടലുണ്ടായത്. ശക്തമായ മഴ ഇപ്പോഴും മലയോരത്ത് തുടരുകയാണ് ഈ മേഖലയിൽ. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏതാണ്ട് ഉച്ചയോടുകൂടിയുണ്ടായ ആ മലവെള്ളപ്പാച്ചിലിൽ വീടുകൾക്ക് മുന്നിലേക്ക് വന്നു ചേർന്ന ഉരുളൻ കല്ലുകൾ അടക്കമുള്ളവ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് ഈ മലയോര റോഡുകളിൽ, അതുപോലെ തന്നെ വീടുകളുടെ മുൻവശമെല്ലാം വന്നു ചേർന്നതിന്റെ കൂനയായി നിൽക്കുന്നതിന്റെ ഒരു കാഴ്ചയാണ് ഈ രാത്രിയിൽ നമുക്കിപ്പോൾ ഈ വെള്ളമിറങ്ങിപ്പോയപ്പോൾ ഇവിടെ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇങ്ങനെ 3-4 വീടുകളുടെ മുൻവശം ഉരുളൻ കല്ലുകൾ വന്നു ചേർന്നതിന്റെ, മലവെള്ളപ്പാച്ചിലിൽ വന്നു ചേർന്ന ഉരുളൻ കല്ലുകളും അതുപോലെ തന്നെ ചെളിയും കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം തുടങ്ങിയവർ ഇവിടെ എത്തിച്ചേർന്നു. ഇവിടുത്തെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. 10ഓളം വീട്ടുകാരെ ഇപ്പോൾ ഈ ചിറ്റാരിക്കൽ തയ്യേനി ഭാഗത്തു നിന്നും സുരക്ഷ കണക്കിലെടുത്ത് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. പ്രദേശവാസിയായ റോബിൻസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എത്ര മണിക്കായിരുന്നു ഈ ഒരു സംഭവം? ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നെങ്കിലും ഇന്ന് ഒരു 12 മണിയോട് കൂടിയിട്ടാണ് മഴ അതിശക്തമായത്. അത് ഏകദേശം ഒരു 3-4 മണിയോടെ ഒരേ മഴയായിരുന്നു കണ്ടിന്യൂ ആയിട്ട്. അപ്പോഴാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടുണ്ടായി റോഡിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വന്ന് ഈ വീട്, അതുപോലെ താഴെ 2-3 വീടുകളിലെല്ലാം വന്ന് ആകെ നാശമായി. കുറെ പേരുടെ കൃഷിയിടങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട്ടിലുള്ള ഈ സമീപപ്രദേശത്തെ വീടുകളിലെ ആളുകളെല്ലാം താഴെയുള്ള തയ്യേനി ഗവൺമെന്റ് UP സ്കൂളിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണ്. എന്തായാലും ഈ വലിയൊരു മലവെള്ളപ്പാച്ചിലിൽ ആളപായമില്ല എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. വലിയ ഭാഗ്യം തന്നെയാണ്, ഏറെ ആശ്വാസകരമാണ്. എന്നാൽ വീടുകളുടെ പരിസരമെല്ലാം തന്നെ ഇപ്പോൾ ചെളിയും മണ്ണും കല്ലും വന്ന് കൂടിയ ഒരു അവസ്ഥയാണുള്ളത്. ഇത് നീക്കം ചെയ്യുക എന്നത് വലിയൊരു പ്രവൃത്തിയായി മാറും. എന്തായാലും മഴ കനത്തത് ആശങ്ക ഉയർത്തുന്നുണ്ട്. പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കാസർഗോഡിന്റെ മലയോര മേഖലയായ ചിറ്റാരിക്കലിൽ ഉള്ളത്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം കാസർഗോഡ് തയ്യേനിയിൽ നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.